എല്ലാവരും പഠിച്ചിട്ട് വന്നോ, നാളെ ഫിസിക്സിൻ്റെ പരീക്ഷ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കുറേ കാലമായി ഫിസിക്സിനെ കണ്ടിട്ട് എവിടെ പോയാവോ എൻ്റെ കുട്ടി. സംഭവം കുട്ടി എവിടെയും പോയതല്ല, ഞാനാണ് കേട്ടോ പോയത് മാത്സിൻ്റെ പുറകെ. പിന്നെയുള്ള ടെസ്റ്റും നോട്ടും സൈലത്തിൻ്റെ മെറ്റീരിയലും എല്ലാം എടുത്തിരുന്ന് പഠിക്കലായി. അത് പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, പരീക്ഷ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തലേദിവസം ഇരുന്ന് പഠിക്കൂ. ഒരു പ്രത്യേക എനർജിയും ആയിരിക്കും. ആ എനർജി എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാനാണല്ലേ പഠിക്കുന്നത്. കിങ്സ് 11 ബാച്ചിലെ നോട്ടാണ് ഞാൻ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ താഴെയുള്ള ആ ഒരു പിങ്ക് നോട്ട് എൻ്റെ സ്കൂളിലെ നോട്ടും പിന്നെ ഇത് എൻ്റെ ടെസ്റ്റും ആണ്. പിന്നെ അപ്പുറം നമ്മളെ സൈലത്തിന്റെ മെറ്റീരിയലും ഉണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് വെച്ച് നോക്കിയാൽ ഇത് കുറച്ച് പണിയുള്ളതാണ്, എന്നാലും വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കിങ്സ് 11 പിന്നെ കുറച്ചും കൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്, തുടങ്ങിയതേ ഉള്ളൂ. 1 ഡയമെൻഷൻ മോഷൻ, 2 ഡയമെൻഷൻ മോഷൻ അതൊക്കെയാണ്. പിന്നെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് വായിക്കാറുണ്ട്. ഞാൻ കൂടുതൽ ടെക്സ്റ്റ് വായിക്കല് കെമിസ്ട്രിക്കും ബയോളജിക്കലാണ്. ഫിസിക്സിനും വായിക്കാറുണ്ട്, എന്നാലും ഫിസിക്സിൽ പിന്നെ കുറേ കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ നോട്ടാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. പക്ഷേ ടെസ്റ്റും വായിക്കാറുണ്ട്. എനിക്ക് ടെസ്റ്റ് വായിക്കൽ ഞാൻ പണ്ടേ ശീലാക്കിയൊരു കാര്യമാണ്. നോട്ടിനേക്കാളും എനിക്കിഷ്ടം ടെസ്റ്റ് വായിക്കാനാണ്, പ്രത്യേകിച്ച് ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും. നോട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ എഴുത്തല്ലേ, എനിക്കത്ര എൻ്റെ എഴുത്ത് ഇഷ്ടമൊന്നുമല്ല. ഇതിലിപ്പം എഴുതുമ്പോൾ തന്നെ കാണാൻ പറ്റും. സൈലത്തിൻ്റെ ഈ മെറ്റീരിയലിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ ഇതൊന്നും ചെയ്യാനുള്ള സമയം എനിക്കില്ല. പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോകാനുണ്ടാവും, എഴുതിയിട്ട് പോകാനുണ്ടാവും, എന്തൊക്കെയോ തിരക്കുകളായിട്ട് അതങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. ബാച്ചിൽ ലൈവായിട്ട് ചെയ്യിപ്പിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നോട്ടിൽ എഴുതും. അത് ഞാനിങ്ങനെ പഠിക്കുമ്പോൾ ചെയ്യാറുണ്ട്. അതിന് പിന്നെ വേറെ സമയം കണ്ടെത്തി അതിനും കൂടി കിട്ടും. മാത്സിൻ്റെ ട്രിഗ്നോമെട്രി കണ്ട് പേടിച്ചിട്ട് ഞാൻ ഇക്വേഷൻസ് കുറച്ചൊക്കെ സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിച്ചു. എന്തിനാന്നറിയണ്ടേ, കണ്ട് പഠിക്കാൻ എഴുതി വെച്ചതാണ്, പക്ഷെ ഇതുവരെ കണ്ടില്ല. രാത്രി തന്നെ ആ പാഠം തീർക്കണം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ, പക്ഷെ നടന്നില്ല. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് മുതൽ പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ടായിരുന്നു പഠിച്ചത്. അങ്ങനെ ഞാൻ ആ പാഠം ഒന്ന് വൃത്തിക്ക് പഠിച്ചു. പക്ഷെ എക്സാമിന് സമയത്ത് അത്ര വൃത്തിക്ക് ഡെറിവേഷൻ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാ ഓക്കെ, ബൈ.